അസ്സലാമലൈക്കും. അൻഷൂസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് കേട്ടോ. അപ്പം നമ്മളെ ചായയൊക്കെ ഞാൻ കാച്ചിക്കണ്. പിന്നെ ഞാൻ ചീയപ്പാണ് ചൂടണം കേട്ടോ. അപ്പോൾ ഇനി നമ്മൾ അരിയൊക്കെ അരച്ച് അപ്പോൾ ഗ്യാസുമ്മ തന്നെയാണ് കേട്ടോ. ഇനിയിപ്പോൾ കുറച്ച് ദിവസം ഗ്യാസുമ്മ തന്നെ നമുക്ക് വെച്ചുണ്ടാക്കാം. അല്ല എന്താ കാട്ടണത്, നമുക്ക് കാലൊക്കെ മാറിയിട്ട് നമുക്ക് അടുപ്പത്തൊക്കെ അങ്ങനെ തിരിച്ചുകൂട്ടിക്കാണ്ടൊക്കെ അങ്ങനെ വെക്കാം. പിന്നെ എപ്പത്താണോ പേടി, ഗ്യാസ് ഒറ്റ കജ്ജോന്നുള്ളൊരു പേടിയാണ്. നമ്മളെ ഗ്യാസിനൊക്കെ ഇപ്പോൾ വില തന്നെയാണല്ലോ, നല്ല വിലയാണ്. അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കുമ്പോഴൊക്കെ വല്ലാത്തൊരു പൊറുതിയേടാണ് കേട്ടോ. നമ്മൾ അടുപ്പത്ത് ഇങ്ങനെ നിന്ന് ഇതാക്കുമ്പം വിറകെടുക്കാനും ഇതിനൊക്കെ കുമ്പിട്ട് ഇതാക്കൊക്കെ വേണ്ടേ. അത് എഴുതിയിട്ടാണ് ഇപ്പം നമ്മൾ അടുപ്പത്ത് തിരിച്ചുകൂട്ടാത്തത്. അല്ലെങ്കിൽ ഇപ്പോൾ ഒരു കുഴപ്പമല്ല ഒട്ടിക്കോളി. ഏതായാലും നമ്മൾ ചീയപ്പൊക്കെ ചുട്ട് പിന്നെ കുറച്ച് തേങ്ങ ഉണ്ടായിനി കേട്ടോ, പൊട്ടിച്ച തേങ്ങ ഉണ്ടായിനി. അപ്പോൾ ആ തേങ്ങ ഒന്ന് ചിരണ്ടിക്കാണ്ട് അപ്പത്തേക്ക് നമുക്ക് ചാറും ഉണ്ടാക്കാം എത്തിക്കാണ്ട് നമ്മൾ ചട്ടിനി ഉണ്ടാക്കാൻ വേണ്ടി ഏതായാലും ചട്ടി വെച്ചിക്കണം. അപ്പോൾ നമ്മളെ ഗ്യാസുമ്മലൊക്കെ ഏതായാലും പൂത്തിരി കത്തുമ്പോൾ അങ്ങോട്ട് നമ്മളെ അപ്പം ചുട്ടീൻ്റെ പൊടിയൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് ഇനി തുടച്ചെടുക്കണം. പിന്നെ നമുക്ക് ചട്ടിനി ഉണ്ടാക്കണം. പിന്നെ ഈ പുതിയാപ്പിള കാക്ക പിന്നെ ഷുഗർ പരിശോധിച്ചാൽ പോയോണ്ടേ രാവിലെ ചായ ഒന്നും കുടിച്ചാതെ പോയിക്കണത്. അപ്പം ഇനി ചപ്പാത്തി രാവിലെ ഉണ്ടാക്കണ്ട കേട്ടോ എന്ന് പറഞ്ഞേ, ഉച്ചക്കൊക്കെ മതിയായിരുന്നു. അപ്പോൾ ഏതായാലും ഞാൻ എന്താട്ടി എന്നാൽ പിന്നെ ഉണ്ടാക്കണ്ടല്ലോ എഴുതിക്കാണ്ട് ചപ്പാത്തി ഒന്നും രാവിലെ ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ. അപ്പോൾ ഈ ദോശ തന്നെയാണ് ഉണ്ടാക്കിയിരിക്കണത്. ഇനി ഉച്ചക്ക് വരുമ്പോഴല്ലേ അപ്പോൾ നമുക്ക് ചപ്പാത്തി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അങ്ങനെ നമ്മൾ കടുകും കരിയേപ്പൊക്കെ പൊട്ടിച്ച് തേങ്ങ അരച്ചു, പച്ചമുളകും അരച്ചത് തേങ്ങയും പച്ചമുളകും ഒപ്പം കൂട്ടി അരച്ചതാണ് കേട്ടോ. എന്നിട്ട് നമ്മൾ ചട്ടിനി ഉണ്ടാക്കി ഒന്ന് തിളച്ചിട്ട് നമുക്കണ്ട് ഓഫാക്കട്ടോ. പിന്നെ ഞാൻ എന്താട്ടി നമ്മളെ വീതനയൊക്കെ ഒന്ന് തുടച്ചെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മളെ അപ്പം ചുട്ടീൻ്റെതൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അതൊക്കെ വേഗം തുടച്ചെടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ നമ്മളെ ഗ്യാസും അതേമാതിരി വീതനയും ഒക്കെ തുടച്ചു കേട്ടോ. അപ്പോൾ ഇനി ചോറ് ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് വെക്കണുള്ളൂ, കുക്കറിലല്ലേ. അപ്പോൾ പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് വെച്ചാൽ മതി കരുതിട്ടോ. അങ്ങനെ ഞാൻ വീതനയൊക്കെ അങ്ങോട്ടൊന്ന് തുടച്ചെടുത്തു. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ എന്താട്ടി മക്കൾക്കൊക്കെ ടൈം ടേബിളും കാര്യങ്ങളൊക്കെ നോക്കാണ്ടല്ലോ, അതൊക്കെ ഒന്ന് നോക്കി വെച്ചു കേട്ടോ. അപ്പോൾ ഇതൊക്കെ നമ്മൾ തന്നെ നിങ്ങൾ നോക്കിക്കോളി പറഞ്ഞാൽ ഒരു അറിയും വെച്ച് നിങ്ങൾ നോക്കി തരി അറിയും. മദ്രസക്കും പോകണ്ടേ, അങ്ങനെ മദ്രസക്കൊക്കെ പറഞ്ഞയച്ചിക്കണ്. എന്നിട്ട് പിന്നെ ഞാൻ എന്താട്ടി ഓല ബുക്കും പാത്രവും ഒക്കെ ഞാൻ ബാഗിലിട്ട് വെച്ചിരിക്കണം കേട്ടോ. ഇനിയിപ്പോൾ അങ്ങനെയാണ് വന്നാൽ മതിയല്ലോ ഓൽക്ക്. അപ്പം പണി ഇങ്ങനെ എടുക്കുമ്പോൾ അവിടെ എടുത്ത് പോകും കേട്ടോ. അല്ലെങ്കിൽ പിന്നെ അങ്ങനെ ആറി ഇങ്ങനെ നിന്നാൽ പിന്നെ പോയി കടന്നാൽ പിന്നെയും വേണ്ട വന്ന് ഇതാക്കാം. അതിൽ പിന്നെ അതൊക്കെ ബാഗൊക്കെ ഇട്ടിട്ട് പിന്നെ ഞാൻ കുറച്ച് ഇറച്ചി വെള്ളത്തിലിട്ട് വെച്ചിനി കേട്ടോ. അപ്പോൾ ഞാൻ ഇറച്ചി ഇപ്പോഴൊന്നും വെക്കണില്ല വിചാരിച്ചിനി. അപ്പോൾ നമ്മളെ പുതിയാപ്പിള കാക്കാക്ക് വല്ലാത്തൊരു നിർബന്ധം, ആ കുട്ടികൾക്ക് ഇറച്ചി വെച്ച് കൊടുത്തല കേട്ടോ, ഇറച്ചി വെച്ച് കൊടുത്തല. ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് പറ്റൂലല്ലോ അനുസാറിന്, എനിക്ക് പറ്റൂല എഴുതിക്കാണ്ട് കുട്ടികൾക്ക് കൊടുക്കാതൊക്കെ ചെയ്യാറ് കാണ്ട് നമ്മളെ പെരും ചീത്ത. അതിൽ ഞാൻ ഏതായാലും ഒരു കുറച്ച് ഇറച്ചി എടുത്ത് കാണ്ട് മുറിച്ചിക്കണം കേട്ടോ. ഇനിയിപ്പോൾ മൂപ്പരാക്ക പറഞ്ഞു ഇപ്പോൾ നമ്മൾ കേട്ടില്ലാന്ന് വേണ്ട, ചിലപ്പോൾ ഇനി വെച്ചിട്ടില്ലെങ്കിൽ അതിനും ചീത്തീക്കാരം, ഇത് ഞാൻ പറഞ്ഞാൽ കേൾക്കൂല അങ്ങനെ എങ്ങനെയാണെന്നെ കൊണ്ട്. ഇനിയിപ്പോൾ അത് കേൾക്കാനാവില്ല എഴുതിക്കാണ്ട് ഏതായാലും ഒരു നുള്ളി ഇറച്ചി ഞാൻ മുറിച്ച് വെച്ചിക്കണം കേട്ടോ. പിന്നെ ഞാൻ ചായ അടിച്ചാണ്, ഇനി ചായ അടിച്ചട്ടെ, എന്നിട്ടേ ഇപ്പോൾ ബാക്കി പരിപാടിയുള്ളൂ. അപ്പോൾ അങ്ങനെ നമ്മൾ ചായ അടിച്ചാൽ വേണ്ടി ഇരിക്കുകയാണ് കേട്ടോ. അപ്പം ഞങ്ങൾ അൽഹംദുലില്ലാ നമ്മളെ കാലിന് വേദനക്കൊക്കെ ഇപ്പോൾ കുറച്ച് കുറവുണ്ട് കേട്ടോ. പിന്നെ കുറേ നേരം ഒന്നും ഇപ്പോൾ നിൽക്കാൻ വെച്ച അതപ്പം ഉള്ളത്, കുറേ നേരം നിൽക്കുമ്പം ഒരു കുത്തിപ്പറിച്ചല കാലിന്. പിന്നെ നമ്മളെ മൂത്തച്ചി താത്ത വന്നുകാണ്ട് അകം അടിച്ചു വരലും തുടക്കലും മിറ്റടിച്ചു വരലും ഒക്കെ താത്ത എടുത്തു തരും കേട്ടോ. പിന്നെ ചോറും കൂട്ടാനൊക്കെ താത്ത വെച്ചാലറിയാം. അപ്പോൾ പിന്നെ ഞാൻ മാണ്ടാറിനാണ്, കാരണം ഇയാളെ അതിൻ്റെ കുടിയിലും ഉണ്ട് അതിന് പണി, ഇവിടെ വന്നാൽ ഇവിടെയും പണി ഒക്കെ പാടെടുത്ത് കണ്ട് ഇനിയിപ്പോൾ ഇടങ്ങേറാക്കാൻ പറ്റൂലല്ലോ. അപ്പോൾ ഞാൻ പറഞ്ഞു ചോറും കൂട്ടാനും ഞാൻ കുക്കറിലും ഗ്യാസൊക്കെ ഇല്ലാത്ത അപ്പം അങ്ങനെ അതിമ വെച്ചോണ്ട് കയറണേ. അപ്പോൾ അതൊരു മനുഷ്യൻ തന്നെയല്ലേ ഇയാളെ രണ്ട് പരിയത്തെ പണിയും പാടെ ആകുമ്പോൾ കജ്ജൂല, ഞമ്മക്കറിയില്ല. അപ്പം നമുക്കത് ഇങ്ങനെ എടുക്കണത് തന്നെയല്ലേ. അപ്പോൾ ഒരാൾ നമുക്ക് ഗതി എടുത്താൻ പറ്റൂല. ഏതായാലും 2 ദിവസം കൂടി ഇങ്ങനെ നിന്നിട്ട് നമുക്ക് തന്നെ അടിച്ചുവല്ലും തുടക്കലൊക്കെ നമുക്ക് തന്നെ എടുക്കാം. പിന്നെ ഏതായാലും നമ്മൾ പുതിയാപ്പിള കാക്കുണ്ടല്ലോ കുറച്ച് പയർ ഉടനീനി കേട്ടോ. മൂപ്പരാക്കാക്ക് ഭയങ്കര തീർപ്പതിയാണ് പയർ, വാഴക്ക, അതേമാതിരി കാബേജൊക്കെ. അപ്പം എന്നോട് പറഞ്ഞു എനിക്ക് പയർ വെക്കാൻ കജ്ജൊന്നുണ്ടെങ്കിൽ ഇജ്ജ് വെക്കേണ്ടിട്ടോ പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ചോറും കൂട്ടാനൊക്കെ ഇപ്പോൾ ഗ്യാസ് മേലല്ല മനസ്സാ വെക്കണം, പിന്നെ ഇപ്പോഴത്തെ അപ്പം ഇപ്പോൾ ഈ പയർ വെക്കാനായിട്ടൊരു പണി ഞാൻ വെച്ചുകൊണ്ട് കാരണം. അപ്പം
രാവിലെയും ചപ്പാത്തി, ഉച്ചക്കും ചപ്പാത്തി, വൈകുന്നേരം ചപ്പാത്തി ആയിട്ട് മൂപ്പരാക്കാക്ക് പള്ളിയിൽ പഴിച്ചിട്ടുണ്ടാവും. പിന്നെ ഇപ്പോൾ പ്രഷറും പ്രമേയം കൊളസ്ട്രോളൊക്കെ ഉണ്ടായതുകൊണ്ട് അതൊക്കെ ഒന്ന് കുറയും വേണ്ടേ. അപ്പോൾ അതുകൊണ്ട് ഏതായാലും ഇങ്ങനെ പച്ചക്കറിയൊക്കെ കുറച്ച് കൂട്ടാൻ വെച്ച് തിന്നാൽ നല്ലതാണെന്ന് ഡോക്ടർമാർ പറഞ്ഞും ചെയ്തീനി. അപ്പോൾ അതിനോണ്ടാണ് മൂപ്പര് കുറച്ച് പയറൊക്കെ കൊണ്ടുവന്നത്. അപ്പോൾ അതാണ്ട് ഉപ്പേരി വെച്ച് കൊടുക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ ഏതായാലും മൂപ്പരാക്ക ഈ തിന്നാതെക്കണേനുള്ള ഫലം കണ്ടിക്കണം കേട്ടോ. പ്രഷറും പ്രമേയവും കൊളസ്ട്രോളും ഒക്കെ കുറവുണ്ട് കേട്ടോ. അൽഹംദുലില്ലാ കുറവുണ്ട്. പക്ഷേ ഞമ്മക്കൊരു പൊറുതിയേടാണ് ഇങ്ങനെ തിന്നാതെക്കുമ്പോഴേ. ഇച്ചാണെങ്കിൽ ഇറച്ചിയൊന്നും വെക്കാൻ തിരുപ്പതി തന്നെ അല്ല മൂപ്പരാക്ക തിന്നായിട്ട്. പിന്നെ ഇപ്പോൾ ചീത്ത അറിയാം അങ്ങനെ കുട്ടികൾക്ക് വെച്ച് കൊടുക്കാഞ്ഞാൽ. അത് എഴുതിയിട്ടാണ് വെക്കണത്, അല്ലെങ്കിൽ ഞാൻ വെക്കൂല. ഏതായാലും കുറച്ചും കൂടിയൊക്കെ ഉണ്ട്. അത് ഞാൻ അവിടെ വെക്കട്ടെ. ഇനി മൂപ്പരാക്കാൻ്റെ ഇനിയിപ്പോൾ ആസ്പത്രിയിലൊക്കെ പോയി വന്നിട്ട് തിന്നാൻ പറ്റൂലേ, അപ്പം നമുക്ക് വെച്ച് കൊടുക്കാം. അങ്ങനെ നമ്മൾ പയർ വെക്കാൻ വേണ്ടി ചട്ടിയൊക്കെ അടുപ്പത്ത് വെച്ച് കാണ്ട് ചൂടായി വല്ലുള്ളിയും പച്ചമുളകും കരിയേപ്പൊക്കെ തൂമിച്ച്. അപ്പോൾ തുള്ളി എണ്ണ ഞാൻ പാർന്നിട്ടുള്ളൂ കേട്ടോ. കാരണം എണ്ണ പാരാനും പറ്റില്ല. മൂപ്പരാക്ക അറിഞ്ഞീനി ഇനിയിപ്പോൾ എണ്ണ പാർന്നിട്ടില്ലെങ്കിലും വെച്ച് കുഴപ്പമൊന്നുമില്ല കേട്ടോ, അങ്ങനെ വെച്ചാലും മതിയായിരുന്നു. പിന്നെ വെച്ചൊരു ഇടങ്ങേറ് ഒരു തുള്ളി എണ്ണ ഉറ്റിച്ച് കാണ്ട് ഉള്ളിയും കരിയേപ്പും ഇതൊക്കെ ഒന്ന് തൂമിച്ച് കാണ്ട് ഇട്ട് കാണ്ട് ഇളക്കി കൊടുക്കുകയാണ് കേട്ടോ. അപ്പം വെള്ളമൊന്നും പയറിൻ്റെ ഇട്ടണിയാളെ. ഇനിയിപ്പോൾ എണ്ണ കുറേ പാർന്ന് എഴുതിക്കാണ്ടൊന്നും പയർ രസം ഉണ്ടാവില്ല. ഇത് രസം ഉണ്ടാവില്ല എന്നല്ല, രസം ഉണ്ടാവും കരുതണ്ട. എണ്ണ ഒരു തുള്ളി ഉറ്റിച്ച് കാണ്ടും പയറുപ്പേരിയൊക്കെ. അപ്പം ഞാൻ വെക്കണ കണ്ടില്ല നിങ്ങൾ. അപ്പോൾ അതിലും തന്നെ കുറച്ച് എണ്ണ ഉറ്റിച്ചിട്ടുള്ളൂ. പിന്നെ നമ്മളിതിങ്ങനെ ആവിയിലിങ്ങനെ വേവിച്ചണം, വെള്ളം പാരാതെ. വെള്ളം പാർന്ന് വെച്ചാൽ ഒരു വെള്ളം പീച്ചിക്കൊണ്ടേക്കാരം. അപ്പോൾ വെള്ളം പാരാതെ ഇങ്ങനെ ആവിയിൽ കടന്ന് അങ്ങനെ വെന്തോളും. കുറേ എണ്ണ പാർന്ന് എഴുതിയൊന്നും ഉണ്ടാവില്ല, രസം കൂടുമൊന്നുമില്ല. അതൊക്കെ വെറുതെ പറയാണ്. അതാക്കൾ നമ്മളെ പയറൊക്കെ ഇങ്ങനെ വെന്ത് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഒന്നും കൂടിയൊക്കെ ആകട്ടെ, എന്നിട്ട് നമുക്ക് ഒന്നും കൂടി മൂടിയേക്കാം. അപ്പം ഇനി കുറച്ച് കഴിഞ്ഞിട്ട് വന്ന് നമുക്ക് നോക്കുമ്പോൾ നമ്മളെ പയറൊക്കെ ഏതായാലും സെറ്റായി വന്നോളൂ. അപ്പോൾ തിരിച്ചൊന്ന് കുറച്ച് കൊടുക്കുക നല്ലത് കേട്ടോ, അല്ലെങ്കിൽ അടിക്ക് പിടിച്ചു നമ്മളെ പയർ. അങ്ങനെ പയറൊക്കെ വെന്തിക്കണം കേട്ടോ. ഇനി അതവിടെ നിൽക്കട്ടെ. അപ്പോൾ മക്കൾക്ക് ഇപ്പം ഇനി സ്കൂൾ കൊണ്ടുപോകാനൊരു കൂട്ടാനൊന്നും ഞാൻ ഉണ്ടാക്കിയിട്ടില്ല. ഇനിയിപ്പോൾ മദ്രസ വിട്ട് വന്നിട്ട് ചോദിച്ചിട്ട് വേണമെങ്കിൽ കൊടുക്കാറുണ്ട്. അപ്പോൾ ഏതായാലും മദ്രസ വിട്ട് വന്നപ്പോൾ ഞാൻ ചോദിച്ച് പയറുപ്പേരിയാണ് നിങ്ങൾക്ക് മാണം ചോദിച്ചു. ആ മാണം വെച്ചായിരുന്നു. ചിലപ്പോൾ പറ്റലില്ല. അപ്പോൾ ഞാൻ ആയിക്കോട്ടെ കൊണ്ടുപോയിക്കോളിയായിരുന്നു. ചില നേരത്തെ ഓരോ കാറ്റാണ്, അല്ലെങ്കിൽ തൊട്ട് വെക്കൂല പയറൊന്നും. അപ്പോൾ അങ്ങനെ അപ്പോൾ ഓൻ്റെ ബസ് അങ്ങോട്ട് പോയി ഇറങ്ങാണ്ട് മണ്ടാണ് ബേജാറ് കൂട്ടിക്കാണ്ട്. പിന്നെ ഇതാക്കണ ചോറൊക്കെ വെച്ചു. ഇനി നമുക്ക് ഇറച്ചി വെക്കണം. അപ്പോൾ അത് കുക്കറിലല്ലേ. അപ്പോൾ അങ്ങനെ കുക്കർ നമ്മൾ അടുപ്പത്ത് വെച്ചിക്കണ്. കുറച്ച് എണ്ണ ഒഴിച്ചിക്കണ്. പിന്നെ നമ്മൾ വല്ലുള്ളി ഇട്ട് കൊടുത്തിക്കണ്. പിന്നെ തക്കാളി ഒന്നേ എടുത്തിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ അതൊക്കെ മതി, അത്ര രസമൊക്കെ മതി. കുറേ തക്കാളി ഇട്ട് എഴുതിയൊന്നും ഇപ്പോൾ രസം ഉണ്ടാവില്ല. കിട്ടാത്ത മുന്തിരി പുളിച്ചും പറയുന്ന ഇട്ടിട്ടില്ലേ, അതേ പറഞ്ഞ മാതിരി തക്കാളിക്കൊക്കെ വരും വിലയാണ്. അപ്പോൾ പിന്നെ ഒന്നൊക്കെ മതി. പിന്നെ നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതും പച്ചമുളകും കൂട്ടിക്കണം കേട്ടോ. ഇനി നമുക്ക് ഉള്ളി ഒന്ന് നല്ലോണം ഒന്ന് വാട്ടിയെടുത്തിക്കണം. തക്കാളിയൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് വാടിയിട്ടുള്ളൂ കേട്ടോ. ഇനിയിപ്പോൾ ആ ഇറച്ചിയൊക്കെ ഇട്ടുകാണ്ട് വേകുമ്പോൾ ആ തക്കാളി കണ്ട് ഒപ്പം കടന്നങ്ങോട്ട് വന്നോളും. അതന്നെ വെന്ത് ഓടി തക്കാളിയൊക്കെ. പിന്നെ നമ്മൾ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കും, മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക, മുളകും പൊടി ഇട്ട് കൊടുക്കുക. അപ്പോൾ ഞാൻ മുളകും മഞ്ഞളും മല്ലിയും ഒക്കെ ഒരു നടത്തെത്തുമ്പോൾ തന്നെ ഒക്കെ ഇവിടെ കൊടന്ന് വെച്ചിക്കണം. അല്ലെങ്കിൽ ഒരു 10 നടക്കണ്ടേ. കാരണം മുളക് എടുക്കാൻ പോകണം, പിന്നെ കൊണ്ടേക്കണം, പിന്നെ മഞ്ഞൾപ്പൊടി എടുത്തോണ്ടിരണം കൊണ്ടേക്കണം, പിന്നെ മല്ലിപ്പൊടി എടുത്തോണ്ടണം കൊണ്ടേക്കണം. അപ്പോൾ അതിന് നിൽക്കണ്ട. അപ്പം മല്ലിയും മുളകും ഉപ്പും ഒക്കെ പാടെ അട്ടിക്കട്ടിക്കാണ് വെച്ചിക്കാണ്ട് ആണ് കുടന്ന് വെച്ചിക്കാണ്. ഇത് കഴിഞ്ഞിട്ട് അതേമാതിരി അവിടെ കൊണ്ടേയും വെക്കാം നമുക്ക്. പിന്നെ മസാല ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് ഇറച്ചിട്ടുകാണ്ട് ഇളക്കി. പിന്നെ ഞാനൊരു സ്പൂണും ഇട്ട് കൊടുത്തിക്കണം കേട്ടോ. അതെന്തിനാ വെച്ചാൽ നമ്മളെ ഇറച്ചി ഉണ്ടല്ലോ കുറച്ച് വെള്ളം കൂടുതലാണെന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ തിളച്ചിണ്ടാതാക്കാനും വേണ്ടി. അപ്പോൾ വിസിൽ വന്നപ്പോൾ കണ്ടങ്ങൾ തിളച്ചിന്തിയിട്ടില്ലല്ലോ. അപ്പോൾ അതാണ് കുക്കറിൽ സ്പൂൺ ഇട്ട് കൊടുക്കുക, അല്ലെങ്കിൽ കുറച്ച് എന്തെങ്കിലും വെളിച്ചെണ്ണ എന്തെങ്കിലും ഇട്ടിച്ച് കൊടുക്കുക. അപ്പോൾ സ്പൂൺ ഇട്ടത് ഇങ്ങനെയാണ് കേട്ടോ. ഒരു കുണണ്ട്, തിളച്ചൊന്നും ചിന്തൂല. തിളച്ചിന്തിയാൽ അതിൻ്റെ സത്ത് മുഴുവനും പുറത്തേക്ക് പോകും. അപ്പോൾ ഞാൻ ഇറച്ചി വന്നിക്കണ്. പിന്നെ നമ്മളെ പുതിയാപ്പിളക്കാക്കില്ലേ ചപ്പാത്തിയും ചൂട്ടിട്ടോ. ഇനി നമുക്ക് അതിൽ കൂട്ടാൻ വെച്ചാൽ ചെറുപയറും മമ്പയറും പാടെ കൂട്ടാൻ വെക്കാം. ചെറുപയർ കുറച്ചുണ്ടേനി, മമ്പയർ കുറച്ചുണ്ടേനി. അപ്പം ചെറുപയറൊക്കെ വെച്ചാൽ അതിനില്ല, മമ്പയറൊക്കെ വെച്ചാൽ അതിനുമില്ല. അപ്പോൾ രണ്ടും പാടാണ് കൂട്ടി വെച്ചതാണ്. കൂട്ടാനും വെന്ത് പിന്നെ തൂമിച്ചും ചെയ്ത്. അപ്പോൾ നമുക്ക് പണിയൊക്കെ ഒന്ന് കഴിഞ്ഞ് ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇനി നാളെ കാണാം ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും.